എൻ്റെ ഒരു ഒപ്പീനിയൻ. ശരി, റൂൾ തടിയന്റെ ഓഫ് ലോ ഇവിടെ അത് നസീറിനെ ഫോളോ തൽക്കാലം ചെയ്യാന്നുള്ളതാണ്. അനുകൂലിക്കുവാനായിട്ട് ആരും പരസ്യമായി തയ്യാറാവുകയില്ല. പക്ഷെ മുമ്പ് ഓർമ്മയുള്ള കാര്യമാണ് രാഹുൽ, കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ തടിയന്റെ ഇവിടെ നസീറിനെ വെറുതെ വിട്ട സമയത്ത് ആ സമയത്ത് ഉയർന്നു വന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. തടിയന്റെ ഇവിടെ നസീറിനെ, മനുഷ്യാവകാശ പ്രവർത്തകർ പോലും കൂട്ടത്തിലുണ്ടായിരുന്നു, തടിയന്റെ ഇവിടെ നസീറിനെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു, ടാർഗറ്റ് ചെയ്യുകയായിരുന്നു, മുസ്ലിം ഐഡന്റിറ്റിയാണ് അവിടെ പ്രശ്നമായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിൽ 3 ജീവപര്യന്തം തടിയന്റെ ഇവിടെ നസീറിന് വിധിച്ചിട്ടുള്ളതാണ്. ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ നേരിടുന്ന ആളാണ്. ജുവലറി ഉടമയെ വെട്ടിയ കേസിൽ, അവിടെ മോഷണം നടത്തിയ കേസിൽ ഇതൊക്കെ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ തടിയന്റെ ഇവിടെ നസീർ എന്ന് പറയുന്നത് പരിശുദ്ധനായ ആളൊന്നുമല്ല. ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മുഖ്യ കണ്ണിയായിട്ട് കഴിഞ്ഞ ഒരു 20 വർഷത്തിലേറെയായി തടിയന്റെ ഇവിടെ നസീർ ഈ സമൂഹത്തിലുണ്ട്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. സംശയമില്ലാത്ത കാര്യമാണ്. ലഭ്യമായ എല്ലാ വിവരങ്ങളും പറയുന്നത് തടിയന്റെ നസീർ ഒരു ക്രിമിനലും എക്സ്ട്രീമിസ്റ്റും അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്ന പദം ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തി എന്നാണ്. NIA എന്തുകൊണ്ട് ഗൗരവമായിട്ട് എടുക്കണം? നേരത്തെ ഞാൻ മഞ്ജുഷിനോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും സൂചിപ്പിച്ചതുപോലെ 94-95% കൺവിക്ഷൻ റേറ്റിന്റെ സക്സസ് ഉള്ളൊരു ഏജൻസിയാണ് NIA. കോൺട്രാസ്റ്റ് ചെയ്യുന്നെങ്കിൽ, മോശമാക്കി കാണിക്കാനല്ല, നമ്മുടെ ED ഒക്കെ പൊളിറ്റിക്കൽ കേസിൽ 1% EDയുടെ കൺവിക്ഷൻ റേറ്റ്. എന്നാൽ NIA 94 മുതൽ 95% വരെ കൺവിക്ഷൻ റേറ്റ് ഉള്ള വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ചെയ്യുന്ന, പലപ്പോഴും നല്ല പോസിറ്റീവായ നിലപാടുകളും മറ്റും എടുക്കുന്ന ഒരു ഏജൻസിയാണ്. പല കേസുകളിലും, കോൺട്രവേഴ്ഷ്യലായ പല കേസുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. 2, ഇതിലെ ഏറ്റവും ഗൗരവമായ കാര്യം, നമ്മുടെ ഇന്ത്യയിൽ വളരെ റോബസ്റ്റ് ആയിട്ട്, വളരെ വൈബ്രന്റ് ആയിട്ട് ഒരു ആന്റി റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ ഡീ റാഡിക്കലൈസേഷൻ ഇന്ത്യയുടെ ജയിലുകളിൽ വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം തന്നെയുണ്ട്. ആ ഡീ റാഡിക്കലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളെ അതിജീവിച്ച് ജയിലിൽ റാഡിക്കലൈസേഷൻ നടത്തുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ തമിഴ്നാട് ജയിലുകളിലെ കണക്കെടുത്താൽ 2024 വരെയുള്ള കണക്ക്, 25 വരെയുള്ള കണക്കുകൾ എടുത്താൽ 100ഓളം ആൾക്കാരെ ഈ ഡീ റാഡിക്കലൈസേഷൻ വഴി മെയിൻ സ്ട്രീമിലേക്ക് നന്നാക്കി കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 25 വരെയുള്ള കണക്കെടുത്താൽ, അല്ലെങ്കിൽ ഏപ്രിൽ 25, 2025 ഡൽഹിയിലെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് പ്രോഗ്രാം തുടങ്ങുകയാണ്. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ താഴെ ഡീ റാഡിക്കലൈസേഷൻ ഇനിഷ്യേറ്റീവിന് വേണ്ടി നാഷണൽ കൗണ്ടർ ടെറർ പോളിസി, അത് ഈ വർഷം ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഡീ റാഡിക്കലൈസേഷൻ വളരെ ആക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെയാണ് റാഡിക്കലൈസേഷന് വേണ്ടി ഒരാൾ അങ്ങനെ ശ്രമിച്ചു എന്ന വളരെ ഗൗരവമുള്ള വാർത്ത. പക്ഷേ ഒരാൾ മാത്രമായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ ഇതൊന്നും ഒരു തടിയന്റെ ഇവിടെ നസീർ മാത്രമല്ല ഈ ചെയ്ത് നടത്തുന്നത്. അത് മാത്രമല്ല, തടിയന്റെ നസീറിനോട് ബന്ധപ്പെട്ട ആൾക്കാർ, തടിയന്റെ നസീർ ആണല്ലോ അതിന്റെ കേന്ദ്ര ബിന്ദുവായി അല്ലെങ്കിൽ കണ്ണിയായി ഫെസിലിറ്റേറ്ററായി നിൽക്കുന്നത്. ബാക്കിയുള്ളവർ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രമുഖനായ ഡീറാഡിക്കലൈസേഷന്റെ സ്ട്രാറ്റജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൾക്കാരിൽ ഒരാൾ സയ്യദ് ആസിഫ് ഇബ്രാഹിമാണ്. ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരുപക്ഷെ ആദ്യ മുസ്ലിം ചീഫ് എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം അടക്കമുള്ളവർ വളരെ ഡിഫൈൻഡ് ആയിട്ടൊരു കൗണ്ടർ റാഡിക്കലൈസേഷൻ, ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ നിന്ന് പോയി കാശ്മീരി ഫൈറ്റ് ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടുത്തെ ആർക്കും ഉള്ളത്? അപ്പോൾ നമ്മുടെ മുസ്ലിം വിഭാഗത്തിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് എന്ന് വിളിക്കുന്ന ആശയധാരയിലുള്ള ഇതുപോലുള്ള ആൾക്കാരെ കൗണ്ടർ ചെയ്യേണ്ടത് പൊതുസമൂഹത്തിന്റെയും ജയിലധികൃതരുടെയും ഒക്കെ തന്നെ ഉദ്ദേശമാണ്. അതെന്താ ചെയ്യേണ്ടതെന്ന് സയ്യദ് ആസിഫ് ഇബ്രാഹിമിന്റെ വാക്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവും ഫീച്ചറും പോലെ ദി ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള അവർക്കൊരു ബോധനം വേണം, ഇവർക്ക് നല്ല ആത്മീയ പാത, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, നല്ല ആത്മീയ പാത, നല്ല മതപരവും ആത്മീയവുമായ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കണം, റിലീജിയസ്, അതായത് പോസിറ്റീവായിട്ടുള്ള നറേറ്റീവുകൾക്ക് കൊടുക്കണം, കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തണം. അങ്ങനെ ഈ എക്സ്ട്രീമിസത്തിലേക്ക് വീൺ ചെയ്തു പോകാൻ പറ്റുന്ന യങ്സ്റ്റേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. തടിയന്റെ നസീർ ഇൻ ഓൾ അവൈലബിൾ ഫാക്ട്സ് ഒരിക്കലും റിഡീമബിൾ അല്ല. പക്ഷേ തടിയന്റെ നസീറിന് വഴിതെറ്റിക്കാൻ കഴിയുന്ന ഒരുപാട് യൂത്ത് നമുക്ക് റിഡീമബിൾ ആണ്, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ എൻഗേജ്മെന്റിലൂടെ, ഇവരെ സോഷ്യൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിലൂടെ ഡീറാഡിക്കലൈസേഷൻ പോളിസി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെയാണ് തടിയന്റെ നസീർ അടക്കമുള്ള വിഷയങ്ങളിൽ നമ്മുടെ മെയിൻ സ്ട്രീം മുസ്ലിം ഓർഗനൈസേഷൻസ് ഒരു സ്റ്റാൻഡ് എടുക്കണം. അതിശക്തമായി അതിനെ തെള്ളിപ്പറയാൻ കഴിയണം. ഇവർ ഞങ്ങളിലുള്ളവരല്ല എന്ന നിലപാട് അവർക്ക് ശക്തമായി ഉയർത്താൻ കഴിയണം. നോട്ട് ഇൻ മൈ നെയിം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഹാർട്ട് ലൈൻ ഹിന്ദുത്വവാദികൾ ചെയ്യുമ്പോൾ നോട്ട് ഇൻ മൈ നെയിം എന്ന് ബോളിവുഡൊക്കെ പറയാറ്, അതേപോലെ നോട്ട് ഇൻ അവർ നെയിം എന്ന് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് അതിശക്തമായി പറയാൻ കഴിയണം. നേരത്തെ രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ ആസാദ് അല്ലെങ്കിൽ POK പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് തെറ്റായ നറേറ്റീവുകൾ ഇവരിൽ
കുത്തിവെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ കമ്മ്യൂണിറ്റി തന്നെ ഒറ്റപ്പെടുക്കുകയും ചെയ്യുന്നത് വലിയൊരു വിജയമാണ്. അപ്പോൾ മെയിൻ സ്ട്രീമിനെ കൂടെ നിർത്തി ഈ ഫ്രിഞ്ച് എലിമെന്റ്സോ റാഡിക്കൽ ലുനാറ്റിക് എലിമെന്റ്സോ ഹാർട്ട് ലൈൻ എലിമെന്റ്സോ ടെററിസ്റ്റ് എലിമെന്റ്സോ തുടങ്ങിയ കാര്യങ്ങൾ, ഇനി ഇത് കേട്ടോണ്ടിരിക്കുന്നവർ അറിയേണ്ടത് ജുവലറി ഉടമയെ അടക്കം ആക്രമിച്ചത് തടിയന്റെ നസീർ കൺഫസ് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിൽ തടിയന്റെ നസീർ തെറ്റുകാരനാണെന്ന് കോടതി തെളിവാക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ സിദ്ദിഖാപ്പിന് കൊടുക്കുന്ന ചില ആർഗ്യുമെന്റ്സ് തടിയന്റെ നസീറിന് കൊടുക്കരുത്. അത് സിദ്ദിഖാപ്പിനെ കൂടെ ഡീമീൻ ചെയ്യുന്നതായിരിക്കും. സിദ്ദിഖാപ്പൻ ജാമ്യം കിട്ടി നിൽക്കുന്നതാണ്. പക്ഷേ ഇവരെ വേർതിരിച്ചുകൊണ്ട്, അതായത് ഒരുപക്ഷെ 100-1 കേസുകൾ ഏതെങ്കിലും രീതിയിൽ ഡിബേറ്റബിൾ ആയിരിക്കാം. പക്ഷേ തടിയന്റെ നസീറിനെ പോലെ പ്രകടമായ ലഭ്യമായ എല്ലാ തെളിവുകളിലും തെറ്റുകാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ ആക്റ്റീവ്ലി തള്ളി പറയാൻ മുഖ്യധാര മുസ്ലിം സംഘടനകൾ അങ്ങനെ സാധിക്കുന്നുണ്ടോ? അങ്ങനെ